നമ്മൾ നേരെ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് ഉദുമ ഡിവിഷനിലേക്ക്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉദുമ ഡിവിഷനിൽ നമ്മൾ പല പ്രചാരണ പരിപാടികൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ പല രീതിയിലായിരിക്കും സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തുക, പ്രകടനം നടത്തുക, പ്രചാരണം നടത്തുക. അപ്പോൾ സ്വന്തമായി പാട്ടെഴുതി, സ്വന്തമായി വീഡിയോ ചിത്രീകരിച്ച, റീൽസ് ഇട്ട വൈറലായ ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. കാസർഗോഡ് ഉദുമ ഡിവിഷനിൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉദുമ ഡിവിഷനിൽ നിന്ന് LDFന് വേണ്ടി ജനവിധി തേടുന്ന ആയിഷ റഫ. അപ്പോൾ ആയിഷത്ത് റഫയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ഉദുമ ഡിവിഷനിൽ അതിശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. ഉദുമ ഡിവിഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി LDF നിയോഗിച്ചിരിക്കുന്നത് ആയിഷത്ത് റഫയാണ്. യുവത്വത്തിൻ്റെ കരുത്തിൽ ഉദുമയിൽ നിന്ന് ജയിച്ച് കയറാമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? പ്രചരണങ്ങളൊക്കെ ഒരുപാട് ഉഷാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതിൻ്റെ കഠിന പ്രയത്നം എന്നുള്ള നിലയിൽ രാവിലെ 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10 മണിക്കാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാരുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് തുടരുന്നുള്ളത്. എന്തായാലും 100% വിജയത്തോടെ വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഉദുമയെ സംബന്ധിച്ചാണെങ്കിൽ UDFന് അല്പം സ്വാധീനമുള്ള ഒരു മേഖല എന്നാണ് പറയുന്നത്. അവിടെ ഒരു മാറ്റം ഇത്തവണ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം വ്യക്തിത്വങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വോട്ടും എന്നിലേക്ക് വന്നു ചേരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആയിഷത്ത് റഫ ജയിച്ചു കയറിയാൽ ഉദുമയിലെ ജനങ്ങൾക്ക് വേണ്ടി, വോട്ടർമാർക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്താണ് പ്ലാൻ? വലിയ വാഗ്ദാനങ്ങളൊന്നുമല്ല, എന്നാലും അത്യന്താപേക്ഷമായ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വികസനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഇടതു മുന്നണി സർക്കാർ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു തുടർഭരണമായി വരണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്ഥാനാർത്ഥിയെക്കുറിച്ച് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു സ്ഥാനാർത്ഥി നല്ല പാട്ടുകാരിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഇന്നൊന്നല്ല, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാം ക്ലാസ് തൊട്ട് ഞാൻ പാടുന്നുണ്ട്, ജില്ലാ സബ് ജില്ലാ കാര്യങ്ങളെല്ലാം. അപ്പം ഇത് മാത്രമല്ല, ഞാൻ ഇപ്പം പ്രൊഫഷണൽ ചെയ്യുന്നുണ്ട്, പിന്നെ മൈലാഞ്ചി ഡിസൈൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പബ്ലിക്കായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ആളുകളുമായിട്ട് വലിയ ബന്ധം നേരത്തെ തന്നെ ഉണ്ട്. അതുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഫാമിലി വൈസൊക്കെ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ ഇതൊക്കെ ഒരു കൗതുകം പോലെ കണ്ടുവന്ന് എനിക്ക് ഇപ്പം വലിയൊരു ദൗത്യമാണ് ഇവരെ ഏൽപ്പിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ആ പഠന മേഖലയിലും ബാക്കിയെല്ലാം ഞാൻ കാണിച്ച മികവ് ഇതിലും എനിക്ക് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് കേൾക്കാമല്ലേ? തീർച്ചയായിട്ടും, അതിനാണല്ലോ ഞാൻ ജീവിക്കണത്. സുഖിയോ വരോ രാമനാമഗീതം പാടും ദക്ഷിണ കാവേരിയോളങ്ങളെ തിരുവയ്യാറിൻ ഹൃദയ പരിമളം ശ്രീ ത്യാഗരാജ ചിന്താകുസുമം പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുരഭില കാവല്ലേ പെരിയോന്റെ കുദസിലെ മയിലല്ലേ മർഹബയ നൂറ് ഐനി മർഹബയ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂറ് മുഹമ്മദ് മർഹബ 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 നൂറ് മുഹമ്മദ് മർഹബ 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 ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയം ഹബീബുള്ള ഇറയോന്റെ കനിയേ സ്വല്ലല്ലാ. ഏതായാലും പാട്ട് അതിമനോഹരമായിട്ടുണ്ട്. ഉദുമയിൽ തവണ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ആയിഷത്ത് റഫയുടെ പ്രതീക്ഷ. പാട്ടും പാടി ജയിക്കാനൊരുങ്ങുകയാണ് LDFന്റെ യുവ സ്ഥാനാർത്ഥി. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.